ഒരു മാസമായി ഒരു മിക്സി വാങ്ങാനുള്ള ഒരു പൂതിയായിട്ട് നടക്കാൻ തുടങ്ങി. നല്ലത് നോക്കി വാങ്ങാന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അവസാനം വീടെത്തിയപ്പോ അമ്മ പറഞ്ഞു, ബാമോളെ വാ, ഞാൻ വാങ്ങിത്തരാം നിനക്ക് മിക്സി. അങ്ങനെ ഈ കുരിപ്പിനെ കൊണ്ട് മിക്സി വാങ്ങാൻ വേണ്ടി പോയ പോക്കാണ്. വീട്ടിൽ നിന്ന് നല്ല ഫാഷനിസ്റ്റ് ആയിട്ട് ഇറങ്ങിയ കുട്ടിയാണ്. സ്ഥലം എത്തിയപ്പോഴേക്കും ഫ്ലാറ്റ് ആയി. എനിക്ക് പട്ടുവിന് ഒരുപാട് നേരം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അമ്മയാണ് ഫുൾ എടുത്തത്. ഇവിടെ എത്തിയതും ആദ്യം എന്റെ കണ്ണു പോയത് ഈ ഒരു മിക്സിയിലോട്ടായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാന്ന് അറിയാലോ, കളർ കണ്ടിട്ട്. പക്ഷെ അതിന് പറയത്തക്ക വലിയ ഫീച്ചേഴ്സും ഉണ്ടായിരുന്നില്ല, ഒടുക്കത്തെ വിലയായിരുന്നു. ഇത്രയും പൈസ മുടക്കിയ ഒരു സാധനം വാങ്ങാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മിക്സി നോക്കി അവന്റെ സെക്ഷനിലോട്ട് എത്തി. എനിക്ക് ബേക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലപോലെ ബേക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു കുഞ്ഞ് ഓവൻ വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളതൊക്കെ നല്ല വലിയ ഓവണായിരുന്നു, ഭയങ്കര റേറ്റും ആയിരുന്നു. അങ്ങനെ അവസാനം നമുക്ക് ആവശ്യമുള്ള മിക്സി വാങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇത്രയും നേരം ആ കടയിൽ നിന്ന സമയത്ത് ഒരുപോലെ കണ്ണു തുറക്കാത്ത കുട്ടിയാണ്. കറക്റ്റ് തിരിച്ച് കാറി കയറി കഴിഞ്ഞപ്പോ ദേ കണ്ണും തുറന്നിരിക്കുന്നു. ഇപ്പൊ കുറെ ആയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ്. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പൊ പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, എന്നാ പിന്നെ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. പട്ടുവിന്റെ മുഖത്ത് എന്താണെന്ന് അറിയാം, ഇത്രയും പ്രസന്നത. ഇവിടെ വന്നതും ആദ്യം തന്നെ പട്ടുവിന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സന്തോഷമാണ് ആ കണ്ടത്. ഈ പ്രായത്തിൽ തന്നെ പട്ടു നല്ലൊരു ഫുഡിയാണ്. ഐ മീൻ വീട്ടിലുള്ള ഫുഡ് നല്ലപോലെ കഴിക്കും. അതല്ലാതെ പുറത്തു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും അതാണ് കഴിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഒരു ഷെയ്ക്ക് ഓർഡർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതായത് എൻ്റെ മനസ്സിൽ ഷെയ്ക്ക് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വായ കൊണ്ട് സൺഡേ എന്നായിരുന്നു പറഞ്ഞത്. തിന്ന് തീരാത്തോണ്ട് വീട്ടിലോട്ട് സാധനം എടുത്തോണ്ട് വന്നു. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പിന്നാലെ നടക്കും. അതും വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് വീട്ടിലോട്ട് പോയത്.